നമസ്കാരം. സൗദിയിലിരുന്ന് ഇറാനെ സഹായിക്കാൻ നോക്കിയ ഇന്ത്യക്കാരായ സഹോദരങ്ങൾക്ക് കിട്ടിയത് എട്ടിൻ്റെ പണി. ഇറാൻ ധനസഹായം അയച്ചതിനാണ് ഉത്തർപ്രദേശിലെ അംറോഹ നൌഗാവൻ സ്വദേശികളായ സഹോദരങ്ങളെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത്. സഹോദരങ്ങളായ മുഹമ്മദ് സഫർ, മുഹമ്മദ് റഹീബ് എന്നിവരെയാണ് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാർത്തയായിട്ടും മിക്ക മലയാള മാധ്യമങ്ങളും ഈ വാർത്ത ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാർച്ചിൽ ദമാമിൽ വെച്ച് സൗദി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇവരെക്കുറിച്ച് നിലവിൽ യാതൊരു വിവരവുമില്ല. മുഹമ്മദ് റഹീബിൻ്റെയും മുഹമ്മദ് സഫറിൻ്റെയും മാതാപിതാക്കൾ അംറോഹയിലെ നൌഗാവിലാണ് താമസിക്കുന്നത്. ഇവരുടെ പിതാവ് പക്ഷാഘാതം ബാധിച്ച കിടപ്പിലാണ്. 5 വർഷം മുൻപാണ് സഫർ ദമാമിൽ ഒരു കടയിൽ ജോലിക്ക് പോയത്. പിന്നീട് സഹോദരനെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ജോലി ശരിയാക്കി കൊടുത്തു. ഫെബ്രുവരി മുതൽ US-ൽ നിന്നും ഇസ്രയേലിൽ നിന്നും ആക്രമണങ്ങൾ നേരിടുന്ന ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന കാരണം പറഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ അമ്മ സഫറിനോട് തൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം അയക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇന്ത്യയിലുള്ള ഇറാൻ എംബസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറാമെന്ന് സഫർ അമ്മയോട് പറയുകയും ചെയ്തു. സഫർ തൻ്റെ അനിയൻ്റെ ഫോൺ ഉപയോഗിച്ച് 200 റിയാൽ അയച്ചു. പണം കൈമാറാൻ അനിയൻ്റെ ഫോൺ ഉപയോഗിച്ചതിനെ തുടർന്ന് മാർച്ച് 27-ന് സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ താമസ സ്ഥലത്തെത്തി അനിയനെ കസ്റ്റഡിയിലെടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 30-ന് ജ്യേഷ്ഠനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടങ്കലിലാക്കി. അതിനുശേഷം അവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ടെഹ്റാൻ്റെ കടുത്ത ശത്രുവായി സൗദി അറേബ്യയിൽ നിന്ന് ഇറാൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിനാലാണ് അവരെ തടങ്കലിലാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇവരെ എന്തിനാണ് കൊണ്ടുപോയതെന്നോ എവിടെയാണെന്നോ ഉള്ള കാര്യത്തിൽ സൗദി പോലീസ് കുടുംബത്തിന് യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. 2 മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് വിഷയത്തിൽ മാതാപിതാക്കൾ. വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് ഹസൻ അബ്ബാസ് വിദേശകാര്യമന്ത്രി S ജയശങ്കറിനോട് വീഡിയോയിലൂടെ അഭ്യർത്ഥന നടത്തി. എൻ്റെ 2 മക്കളെയും സൗദി അറേബ്യയിൽ കാണാതായിരിക്കുന്നു. ഞാനൊരു രോഗിയാണ്. എൻ്റെ എല്ലാ ചെലവുകളും നോക്കിയിരുന്നതും മക്കളായിരുന്നു. എൻ്റെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്താൻ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന യാസൂബ് അബ്ബാസ് മന്ത്രിയെ കണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. മുഹമ്മദ് ഷാബി എന്ന മറ്റൊരു ഇന്ത്യൻ പൗരനെ ദുബായ് വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചതായും അദ്ദേഹം അറിയിച്ചു. മിഡിൽ ഈസ്റ്റിൽ തടവിലായിരിക്കുന്ന ഷിയ ഇന്ത്യക്കാരെ സഹായിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം വിഷയത്തിൽ ഇന്ത്യൻ എംബസി പറയുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവരെ തടങ്കലിലാക്കിയിരിക്കുന്നത് എന്നാണ്. ഈ കാര്യം റിയാദിലെ ഇന്ത്യൻ എംബസിയിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ വിങ്ങിലെ സുമിത് കുമാർ ഇമെയിൽ വഴി കുടുംബത്തെ അറിയിച്ചിട്ടുമുണ്ട്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മുഹമ്മദ് റഹീബ്, മുഹമ്മദ് സഫർ ഹസൻ എന്നിവരെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് തടങ്കലിലാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ എംബസി സൗദി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക എന്ന് മാത്രമാണ് ആ ഇമെയിലിൻ്റെ ഉള്ളടക്കം. അതേസമയം യുദ്ധത്തിൽ തകർന്ന ഇറാനെ സഹായിക്കാൻ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പണം സംഭാവന ചെയ്തിട്ടുമുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് സഫറിൻ്റെയും റഹീബിൻ്റെയും അറസ്റ്റ് നടന്നത്. മാർച്ചിലാണ് ഇരുവരുടെയും അറസ്റ്റ് നടന്നതെങ്കിലും ഏറെ വൈകിയാണ് പിന്നീട് ഈ വാർത്ത പുറത്തു വന്നത്.